ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അടുത്ത റെസിപ്പിയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ചൂട് കാലത്തൊക്കെ കുടിക്കാൻ പറ്റുന്ന നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള ഒരു ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ചെയ്ത് കാണിക്കുന്നത്. പാൽ വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. പാലും അതിൻ്റെ കൂടെ വേറെ കുറച്ച് സാധനങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഇത് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കുന്നത്. ചൂടുകാലത്ത് ഇത് നമുക്ക് തണുപ്പിച്ചും കഴിക്കാം, അല്ലാതെയും കഴിക്കാം. അപ്പോൾ നല്ല എളുപ്പത്തിലും ഉണ്ടാക്കിയെടുക്കാം. കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കും നല്ലപോലെ ഇഷ്ടപ്പെടുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഡ്രിങ്കാണ് കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഇതൊരു 1 ലിറ്റർ പാൽ വെച്ചിട്ടാണ് ഉണ്ടാക്കിയെടുത്തേക്കുന്നത്. നല്ല എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാൻ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം. അതിൻ്റെ വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ടിപ്പോൾ ഞാനിവിടെ 1 ലിറ്റർ പാൽ നേരത്തെ ഒന്ന് തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്കിത് ഉണ്ടാക്കുന്ന സമയത്ത് തിളപ്പിക്കാം, നേരത്തെ തിളപ്പിച്ച് വയ്ക്കാം. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഒരു 1/2 കപ്പ് സേമിയ എടുത്തിട്ടുണ്ട്. ഈ സേമിയ ശരിക്കും ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. സേമിയയൊക്കെ നിങ്ങൾക്കറിയാമല്ലോ, നല്ല പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഇപ്പോൾ കഴുകി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ചിട്ട് തിളപ്പിക്കണം, അല്ലെങ്കിൽ കട്ട കുത്തും. അപ്പോൾ നല്ലപോലെ വെള്ളം ഒഴിച്ചിട്ടാണ് തിളപ്പിച്ചെടുക്കുന്നത്. വെള്ളത്തിന് പ്രത്യേകം കണക്കൊന്നുമില്ല, എന്തോരം വേണമെന്നുണ്ടെങ്കിലും ഒഴിച്ചിട്ട് അതൊന്ന് തിളപ്പിച്ചെടുക്കാം. തിളപ്പിച്ച് അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ചൗരി എടുത്തിട്ടുണ്ട്. അതേ അളവിൽ തന്നെ 1/2 കപ്പ് ചൗരി എടുത്തിട്ടുണ്ട്. അതും ഇതുപോലെ തന്നെ കഴുകിയിട്ട് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കണം. നിങ്ങൾക്കിത് രണ്ടും ഒരേ ഒരു സാധനം തന്നെയാക്കാം. സേമിയ മാത്രമായിട്ട് കൊടുക്കാം, ചൗരി മാത്രമായിട്ട് കൊടുക്കാം. 1 കപ്പ് എടുക്കാം. അപ്പോൾ ഇതിപ്പോൾ ഞാൻ രണ്ടും 1/2 കപ്പ് വീതം എടുത്തുവെന്നേ ഉള്ളൂ. ഇനിയിപ്പോൾ ഇതും നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ശരിക്കും ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഇത് രണ്ടും നമുക്കൊന്ന് വേകാനായിട്ട് വെച്ച് കൊടുക്കാം. വേകുമ്പോൾ ഇതൊന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടിയിൽ കട്ട പിടിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് സേമിയ ആയാലും അതെ, ചവ്വരി ആയാലും അതെ, രണ്ടും നമുക്ക് ഈ വേവുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. അല്ലെങ്കിൽ ഇത് തീയിൽ ഇരിക്കുമ്പം അടിയിൽ ഒന്ന് കട്ട പിടിക്കും. അപ്പോൾ ഇത് രണ്ടും അതുപോലെ ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. വെന്ത് കഴിയുമ്പോൾ നമുക്കിതൊരു അരിപ്പയിലേക്ക് ഒന്ന് അരിച്ചിട്ട് വെള്ളം ഊറ്റിക്കളയണം. ഇപ്പോൾ വെന്ത് കിട്ടിയിട്ടുണ്ട്. ആദ്യം സേമിയ ഒന്ന് അരിച്ചെടുക്കുകയാണ്. അരിക്കുമ്പോൾ നമുക്ക് രണ്ടും ഒന്നിച്ചരിക്കാം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് തന്നെ ഞാൻ ചൗരിയും കൂടെയും അരിച്ച് എടുക്കുകയാണ്. അപ്പോൾ രണ്ടും അതുപോലെ ഇവിടെ ഇങ്ങനെ അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് കളയണം. ശരിക്കും ഒന്ന് ഡ്രൈ ആയി കിട്ടണം. വെള്ളം പോയിട്ട് ശരിക്കും ഒന്ന് ഡ്രൈ ആയി കിട്ടണം. ഇനിയിപ്പോൾ ഇതിവിടെ ഇരിക്കട്ടെ. അപ്പോൾ ഇനി ഈ സമയത്തേക്ക് നമുക്ക് വേറെ സാധനങ്ങൾ തയ്യാറാക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാനിലേക്ക് നേരത്തെ തിളപ്പിച്ച് വെച്ചിരുന്ന 1 ലിറ്റർ പാൽ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഈ സമയത്ത് നിങ്ങൾക്കിത് നേരിട്ട് പച്ചപ്പാൽ ഒഴിച്ചിട്ട് തിളപ്പിച്ചും എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു പാനിലല്ല, വേറെ സാധാരണ പാൽ തിളപ്പിക്കുന്ന ഒരു സോസ് പാനിൽ പാൽ തിളപ്പിച്ച് നേരത്തെ വെച്ചിരുന്നു, അത്രയേ ഉള്ളൂ. നിങ്ങൾക്കിപ്പോൾ ഈ സമയത്ത് നേരിട്ട് പച്ചപ്പാൽ തിളപ്പിച്ചും എടുക്കാം. ഇപ്പോൾ ഇതൊന്ന് നേരത്തെ തിളച്ച പാലായിരുന്നുകൊണ്ട് ഇതൊന്ന് ചൂടായാലും മാത്രം മതി. അപ്പോൾ അതുകൊണ്ട് ഇതൊന്ന് ചൂടാകാനായിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് ശരിക്കും ഒന്ന് ചൂടാകുന്ന സമയത്തേക്ക് ഞാനിപ്പോൾ ഒരു ബൗളിലേക്ക് 1.5 ടേബിൾ സ്പൂൺ കസ്റ്റേർഡ് പൗഡർ എടുത്തിട്ടുണ്ട്. വാനില ഫ്ലേവർ കസ്റ്റേർഡ് പൗഡറാണ്. അപ്പോൾ ഇതിലേക്ക് ഞാൻ നേരത്തെ ഒരു നേരത്തെ പച്ചപ്പാൽ എടുത്ത് വെച്ചായിരുന്നു. 1 ലിറ്റർ എടുക്കുന്നതിൻ്റെ കൂടെ തന്നെ വേറെ കുറച്ച് പാലും കൂടെയും എടുത്ത് വെച്ചായിരുന്നു. ഒരു 3/4 കപ്പ് പാല്, നല്ല പച്ചപ്പാലാണ്, തിളപ്പിക്കാത്ത പാലാണ്. അത് കസ്റ്റേർഡ് പൗഡറിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ കസ്റ്റേർഡ് പൗഡർ മിക്സ് ചെയ്യുമ്പം ഒരിക്കലും ചൂടുപാൽ ഒഴിക്കരുത്, തണുത്ത പാൽ വേണം ഒഴിക്കാനായിട്ട്. തണുത്ത പാലിൽ അത് ശരിക്കും പെട്ടെന്ന് അലുത്ത് കിട്ടുള്ളൂ. ചൂടുപാലാണെന്നുണ്ടെങ്കിൽ കസ്റ്റേർഡ് പൗഡർ കട്ട പിടിക്കും. അപ്പോൾ അതുകൊണ്ട് തണുത്ത പാലിൽ കസ്റ്റേർഡ് പൗഡർ ശരിക്കും ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നേരത്തെ നോക്കുമ്പോഴേക്കും നമ്മൾ നേരത്തെ ചൂടാക്കാനായിട്ട് വെച്ച പാല് ചൂടായി തുടങ്ങിയിട്ടുണ്ട്. അതിലേക്കൊരു 3/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. 3/4 കപ്പ് അല്ലെങ്കിൽ 1 കപ്പ് ഫുള്ളായിട്ട് അങ്ങനെയും എടുക്കാം. മധുരം കൂടുതൽ വേണമെന്നുള്ളവർക്ക് 1 കപ്പ് ഫുള്ളും എടുക്കാം. ഞാനിപ്പോൾ ഒരു 3/4 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ട് പഞ്ചസാര ഒന്ന് അലുക്കാനായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. പഞ്ചസാര ശരിക്കും ഒന്ന് മെൽറ്റ് ചെയ്ത് അലുത്ത് തുടങ്ങുന്ന സമയത്ത് വേണം നമ്മൾ നേരത്തെ കലക്കി വെച്ചിരിക്കുന്ന കസ്റ്റേർഡ് പൗഡർ ചേർത്ത് കൊടുക്കണം. അപ്പോൾ പഞ്ചസാര ശരിക്കും ഒന്ന് അലുത്ത് തുടങ്ങട്ടെ. അപ്പോൾ പാലും ശരിക്കും നല്ലപോലെ ചൂടായി തുടങ്ങും. നേരത്തെ തിളച്ചിരുന്ന പാലാണ്, പക്ഷേ എന്നാലും ശരിക്കും ഒന്നും കൂടെ ഒന്ന് ചൂടാക്കി എടുക്കണം. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, നിങ്ങൾക്ക് ഈ സമയത്ത് തന്നെ പാൽ നേരിട്ട് തിളപ്പിക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു നേരത്തെ തിളപ്പിച്ച് വെച്ച പാൽ ചേർത്തു, അത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരുന്ന സേമിയയും ചൗരി വേവിച്ച് വെച്ചിരുന്ന അത് രണ്ടും കൂടെയും അരിച്ച് വേവിച്ച് വെച്ചിരുന്നത് അത് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം അതൊന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ ഈ ചൗരിയും ഇതും എല്ലാം സേമിയയും എല്ലാം പാലിൽ ശരിക്ക് കിടന്നിട്ട് നല്ലപോലെ വെന്ത് അതിലേക്ക് ചേർന്ന് വരുമ്പം ശരിക്ക് ചൗരിയിലേക്കും സേമിയയിലേക്കും പാലിൻ്റെ ടേസ്റ്റ് എല്ലാം ശരിക്ക് പിടിക്കും. അപ്പോൾ അതുവരേക്ക് ചെറിയ ചൂടിലിട്ടിട്ട് ഇതൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. അപ്പോൾ ശരിക്ക് നല്ലപോലെ ആ പാലിൻ്റെ ടേസ്റ്റ് എല്ലാം അതിലേക്ക് പിടിക്കും. നമ്മൾ നേരത്തെ പാലിൽ മധുരവും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ മധുരവും അതും എല്ലാം ശരിക്കും അതിലേക്ക് പിടിച്ച് കിട്ടും. അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് ശരിക്കും ഇനിയിപ്പം ഇതൊന്ന് തിളച്ച് സൈഡിൽ നിന്നെല്ലാം നല്ലപോലെ ഒന്ന് പത വന്നു തുടങ്ങുമ്പം, പാൽ തിളച്ചാൽ പെട്ടെന്ന് പൊങ്ങിപ്പോവും. അപ്പോൾ അതുകൊണ്ട് തന്നെ സൈഡിൽ നിന്ന് പത വന്നു തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ നേരത്തെ കലക്കി വെച്ചിരുന്ന കസ്റ്റേർഡ് പൊടിയും കൂടെയും അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കസ്റ്റേർഡ് പൊടി ശരിക്ക് അതിൽ അടിയിൽ കട്ട
പിടിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അതെല്ലാം ചേർത്ത് ശരിക്ക് ഇളക്കിയിട്ട് നല്ലപോലെ ചേർത്ത് ഇളക്കി കൊടുക്കണം. കസ്റ്റേർഡ് പൗഡർ കൂടിപ്പോയാൽ പാല് വല്ലാണ്ട് കട്ടയാവും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കസ്റ്റേർഡ് പൗഡർ പറഞ്ഞിരിക്കുന്ന അളവിൽ മാത്രമേ ചേർത്ത് കൊടുക്കാമുള്ളൂ. 1 ലിറ്റർ പാലിന് ഇതിൽ പറഞ്ഞിരിക്കുന്ന അതേ അളവിൽ മാത്രമേ കസ്റ്റേർഡ് പൗഡർ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. ഇപ്പോൾ ഇതും കസ്റ്റേർഡ് പൗഡറും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കസ്റ്റേർഡ് പൗഡറും കൂടെയും ചേർത്ത് കൊടുത്ത് കഴിഞ്ഞിട്ട് ഇത് ശരിക്കും ഒന്ന് തിളച്ചു തുടങ്ങുന്ന സമയത്ത് നമുക്കിത് ഓഫ് ചെയ്യാം. ശരിക്കും തിളയ്ക്കാനായിട്ട് നിൽക്കണ്ട, നല്ലപോലെ ചൂടായാലും മാത്രം മതി. നേരത്തെ തിളച്ച പാലാണല്ലോ, അതുകൊണ്ട് ശരിക്കും ഒന്ന് ചൂടായാലും മാത്രം മതി. അപ്പോൾ നമുക്കിത് ഓഫ് ചെയ്യാം. അപ്പോൾ അതായത് സൈഡിൽ നിന്നൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് തിളച്ചു തുടങ്ങുന്ന സമയത്ത് നമുക്കിത് ഓഫ് ചെയ്ത് കൊടുക്കണം. അതിന് ശേഷം വേണം ഇതിലേക്ക് ബാക്കിയുള്ള സാധനങ്ങൾ ചേർത്ത് കൊടുക്കാനായിട്ട്. അത് തിളയ്ക്കുന്ന സമയത്തും ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ അത് അടിയിൽ കട്ട പിടിക്കും. നമ്മളിപ്പോൾ ഇതിൽ കട്ട പിടിക്കാതിരിക്കാനായിട്ടുള്ള നെയ്യൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല, അതുകൊണ്ട് തന്നെ അത് കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ചെറിയ ചൂടിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്ത് ചെറുതായിട്ടൊന്ന് കുറുക്കിയെടുക്കാം. ചെറുതായിട്ടൊന്ന് കുറുക്കിയെടുത്താൽ തന്നെ കസ്റ്റേർഡ് പൗഡർ ചേർത്തേക്കുന്നതുകൊണ്ട് ചിലപ്പോൾ ശരിക്കും വല്ലാണ്ട് കുറുകിപ്പോവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറുതായിട്ടൊന്ന് കുറുക്കിയാൽ മതി. കുറുകൽ വല്ലാണ്ട് കൂടിയെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് പാലും കൂടെയും ഒഴിച്ചു കൊടുത്താൽ അത് ശരിയാവും. അപ്പം നമുക്ക് ഗ്ലാസ്സിൽ ഒഴിച്ചു കുടിക്കാൻ പാകത്തിനുള്ള അളവിൽ വേണം ഇത് കിട്ടാനായിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് കട്ടിയായി കൂടി പോയാൽ ഞാൻ പറഞ്ഞ കുറച്ചുകൂടി പാലൊന്ന് ഒഴിച്ചു കൊടുത്താൽ അത് ശരിയാവും എന്ന് പറഞ്ഞത്. ഇപ്പോൾ അത് ശരിക്കും പാകത്തിനായി കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതൊന്ന് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇതിലേക്ക് ചെറിയൊരു ആപ്പിൾ ചെറുതായിട്ട് നല്ല ചെറുതായിട്ട് കുനുകുനാ മുറിച്ചെടുത്ത പീസാണ്. ആ ആപ്പിളും കൂടെയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പഴം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പഴമായാലും ചേർത്ത് കൊടുക്കാം, ഏത്തപ്പഴം അല്ലെങ്കിൽ ചെറുപഴം എന്താണെന്നുണ്ടെങ്കിലും അത് ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് ആപ്പിളിൻ്റെ കൂടെയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ചെറുപഴം മാത്രമായിട്ടാണെന്നുണ്ടെങ്കിലും അങ്ങനെയും ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം ചൂടാറി കഴിഞ്ഞ് കഴിയുമ്പോൾ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. സെർവ് ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് നട്ട്സും ആൽമണ്ട്സും ഒന്ന് ചോപ്പ് ചെയ്തിട്ട് അത് വെച്ചിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തും ഉപയോഗിക്കാം. ഇത് നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ടെടുക്കാം കേട്ടോ. ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ടെടുക്കാം, അല്ലാതെയും കഴിക്കാം. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു സ്പെഷ്യലായിട്ടുള്ളൊരു ഡ്രിങ്കാണ്. വേനൽക്കാലത്ത് കുടിക്കാനായിട്ട് നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാം, നല്ല ഹെൽത്തിയുമാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളിത് വീഡിയോ ഇതുപോലെ ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. അതുപോലെ എന്നും പറയുന്ന പോലെ എൻ്റെ റെസിപ്പി എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഞാനിതുപോലെ വീഡിയോസ് ഇടുമ്പം അപ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ ഇനിയും ഇതുപോലെ ഈസി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഉള്ള വേറൊരു റെസിപ്പിയായിട്ട് ഉടനെ വരുന്നവരേക്കും. Thank you.